ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചിത്തിര നക്ഷത്രക്കാരുടെ 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ചിത്തിര നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് പൊതുവെ കാലം അനുകൂലമായിട്ട് കാണുന്നു. എന്നാൽ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ചെറിയ പോരായ്മകൾ വന്നു വിട്ടിട്ടുണ്ട്. അത് ഇതൊക്കെയാണ്: നിങ്ങൾക്ക് അലസത, മടി, ക്ഷീണം, ദാസീനത തുടങ്ങിയ കാര്യങ്ങൾ വന്ന് പെടുന്നതാണ്. ഇപ്പം 2025 നിങ്ങൾക്ക് അനുകൂലമാണെങ്കിലും ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നതാണ്. നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ വർദ്ധിക്കുമെങ്കിലും ഈശ്വരാനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം തരണം ചെയ്തു പോകാൻ സാധിക്കുന്നതാണ്. ശത്രു മനോഭാവമുള്ളവരും മിത്രങ്ങളായി മാറുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ. വിദേശ ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക്, സ്വപ്നം കണ്ടിരുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. ചിലർക്കൊക്കെ വിദേശത്ത് പോകാനുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അതിൽ പാസ്സാകുക. ചിലർക്ക് വിസ കാലതാമസം ഉണ്ടായിരുന്നവർക്ക് അത് നടത്തി കിട്ടുക, പേപ്പർ വർക്കൊക്കെ തീർന്ന് പോകാനുള്ള അനുമതി പത്രം ലഭിക്കുക ഒക്കെ ചെയ്യുന്നൊരു സമയമാണ്. ചിലർക്ക് ഗൃഹപ്രവേശം മുതലായിട്ടുള്ള മംഗളകർമ്മങ്ങൾക്ക് യോഗമുണ്ട്. വീട് പണി തീർന്നിട്ട് കയറി താമസിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ചിലർക്കൊക്കെ പിതൃ സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില തർക്കത്തിൽ ഉണ്ടായിരുന്നതൊക്കെ മാറി നിങ്ങൾക്ക് വേണ്ട അർഹതപ്പെട്ട സ്വത്തുക്കളൊക്കെ, കുടുംബ സ്വത്തുക്കളൊക്കെ നിങ്ങളുടെ പേരിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ, പരിവർത്തനങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ നിങ്ങളുടെ ഈ ഉടയവരുടെയൊക്കെ കുറ്റപ്പെടുത്തൽ മനക്ലേശം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മാനസികമായിട്ട് നിങ്ങൾക്ക് കുറച്ച് സങ്കടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയ പല കാര്യങ്ങളും, അല്ലെങ്കിൽ വർഷാവസാനം ഡിസംബറോട് കൂടിയൊക്കെ ചെയ്തപ്പോൾ നടത്തിയ പല കാര്യങ്ങളും ദോഷങ്ങളായിട്ട് ഭവിക്കാനുള്ള, അല്ലെങ്കിൽ ദോഷഫലങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുക. ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റുകളൊക്കെ കിട്ടാനുള്ള സാധ്യത ഈ 2025 ജനുവരി ഫെബ്രുവരി മാസത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഭാര്യ വീട്ടുകാരുടെ സഹായം ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളതാണ്. ഭാര്യ വഴി സന്തോഷവും സമാധാനവും ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. അധ്യാപക ജോലി ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അധ്യാപകർക്കൊക്കെ കാലം അനുകൂലമാണ്. കൃഷിയിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർഷകർക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. എന്നൊക്കെ മിച്ചം വെക്കാനുള്ള സാധ്യതയുണ്ട് കർഷക വൃത്തിയിൽ നിന്നും. കുടുംബ ബന്ധത്തിലൊക്കെ ചില ഉലച്ചിലുകളൊക്കെ, ബന്ധുക്കളുമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും ചില ഉലച്ചിലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബന്ധം അത്ര രമ്യതയിൽ പോവുകയില്ല. ചിലപ്പോൾ അച്ഛനും അമ്മയും മക്കളും കൂടിയുള്ളതാവാം. അല്ലെങ്കിൽ ചിത്ര നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധം പൊതുവെ പ്രശ്നമായിരിക്കും ഈ ജനുവരി ഫെബ്രുവരി മാസം. നിങ്ങൾ പണമിടപാടുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ആവണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള സഹായ വാഗ്ദാനങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ലഭിക്കണമെന്നില്ല, വാഗ്ദാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ കാലം അനുകൂലമാണ്. ഉന്നത വിജയം നേടാനുള്ള സാധ്യതയുമുണ്ട്. ആഗ്രഹിച്ച കോളേജുകളിലൊക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഇഷ്ടപ്പെട്ട വിഷയത്തിന് ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്രതീക്ഷിത മേഖലയിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ വിചാരിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് സഹായം ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അക്ഷീണമായിട്ടുള്ള പരിശ്രമം മൂലം നഷ്ടങ്ങളൊക്കെ ഒരുവിധം നിങ്ങൾക്ക് ബിസിനസ്സുകാർക്കൊക്കെ നഷ്ടങ്ങളൊക്കെ ഒരുവിധം ഒഴിവാക്കാൻ പറ്റുന്നൊരു സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം.
നിങ്ങൾക്ക് ദീർഘനാളായിട്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണമോ ആഭരണമോ ഒക്കെ തിരികെ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് പുരോഗതി അനുഭവപ്പെടുന്ന സമയമാണ്. ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും. സാമ്പത്തികമായിട്ടാണെങ്കിലും ജോലി പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവരൊന്ന് അറിഞ്ഞ് ചെയ്താൽ മതി. പണമിടപാടാവുമ്പോൾ സൂക്ഷിച്ച് ചിലവാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നല്ലൊരു അഡ്വൈസൊക്കെ നോക്കിയിട്ട് നല്ല ഏജൻറ്റിൻ്റെ ബ്രോക്കർമാരുടെയൊക്കെ അഡ്വൈസ് സ്വീകരിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അത് പഴയ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചിട്ട്, ചെയ്യാൻ പോകുന്ന കമ്പനികളുടെ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ എതിർപ്പുകളെ ബോധപൂർവം നേരിടുന്നതാണ്. നിങ്ങൾ യുക്തിപൂർവ്വം നേരിട്ട് അത് എതിർപ്പുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതാണ്. വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയപ്രതീക്ഷ ലഭിക്കുന്ന സമയമാണ്. കോർട്ട് ജഡ്ജ്മെൻ്റൊക്കെ വിധികളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. അത് തർക്ക വിഷയങ്ങൾ ഏതുമായിക്കോട്ടെ, കോടതി വ്യവഹാരങ്ങളായിക്കോട്ടെ, കുടുംബ പ്രശ്നങ്ങളായിക്കോട്ടെ, അന്തിമ വിജയം നിങ്ങൾക്കായി മാറുന്നൊരു സമയമാണ് ഈ 2025, പ്രത്യേകിച്ച് ജനുവരി ഫെബ്രുവരി മാസം. പൊതുവെ ഇതൊക്കെയാണ് നിങ്ങളുടെ ഗുണദോഷ ഫലങ്ങൾ. അതിൽ ഗുണഫലങ്ങളുടെ മാറ്റ് വർദ്ധിപ്പിക്കാനും ദോഷഫലങ്ങളുടെ മാറ്റ് കുറക്കാനുമായിട്ട് നിങ്ങൾ എല്ലാ ബുധനാഴ്ചയും അല്ലെങ്കിൽ വ്യാഴാഴ്ചയും ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശിക്കുന്നത് ഗുണകരമായിരിക്കും. ബുധനാഴ്ച പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ബുധൻ ശ്രീകൃഷ്ണൻ ആണ്. ഭഗവാന്റെ ക്ഷേത്രം ദർശിക്കുക. അതല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ബുധഗ്രഹ പൂജ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ഈ വ്യാഴാഴ്ച ആണെങ്കിൽ വിഷ്ണു ക്ഷേത്രം ദർശിക്കുക. ഭവന മഞ്ഞ പട്ട് ഉടയാട നടക്കിൽ വയ്ക്കുക. മഞ്ഞപ്പൂക്കൾ നൽകുക. അതല്ലെങ്കിൽ തുളസിമാല കൊടുക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ചിത്ര നക്ഷത്രക്കാരുടെ വൃക്ഷം കൂവളമാണ്. അപ്പോൾ കൂവളത്തിന് വെള്ളമൊഴിക്കുക, കൂവളത്തിനെ നിത്യവും പ്രണമിക്കുകയൊക്കെ ചെയ്യുന്നു, വലം വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. നിങ്ങളുടെ പക്ഷി കാക്കയാണ്. അതുകൊണ്ട് കാക്കയ്ക്ക് ദിവസേന കുറച്ച് ഒരു പിടി ചോറ് കൊടുക്കുന്നത്, അന്നം കൊടുക്കുന്നത്, നിങ്ങൾ ഭക്ഷണത്തിന് മുമ്പ് എന്തെങ്കിലും ഭക്ഷണം അതിന് കാക്കയ്ക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ പക്ഷിയായതുകൊണ്ട് തന്നെ ചെയ്യുന്നത് ഗുണകരമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കുടുംബ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മുക്തി കിട്ടാനായിട്ട് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ചെന്നിട്ട് ശത്രുസംഹാര പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ഐക്യമദ്യ സൂക്ത മന്ത്രാർച്ചനയോ ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 മാസങ്ങളിൽ കാലങ്ങൾക്ക് ഒരുവിധം പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ സഹായകരമാവും. തീരെ നിവൃത്തിയില്ല, കുടുംബ പ്രശ്നങ്ങളും ശത്രുതയൊക്കെ കൂടുതലാണ്, മാനസിക സമ്മർദ്ദവും കൂടുന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിച്ചിട്ട് 21 നാരങ്ങാമാല കോർത്ത മാല ഭഗവാൻ സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ ഭഗവാന് ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും ഗുണകരമായിരിക്കും. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലം ഒരുവിധം പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. ഒപ്പം നിങ്ങൾക്ക് പ്രാർത്ഥനയുണ്ടാവണം. നിങ്ങളുടെ തുറന്നടിച്ചുള്ള സംസാര രീതിയൊക്കെ ഒന്ന് ഒഴിവാക്കണം. കാലം അനുകൂലമാണെങ്കിലും എനിക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഞാൻ ടയേർഡാണെന്നും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ, ഉദാഹരണത്തിന് മടി, അലസതയൊക്കെ ഉണ്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും മനസ്സിലാക്കി അതൊക്കെ മാറ്റാനായിട്ട് രാവിലെ നടക്കാനിറങ്ങുക അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ 2 മാസം ഒരുവിധം കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. പൊതുവെ 2025 ഗുണകരമായ വർഷമാണ്. ഒന്ന് മടിയൊക്കെ മാറ്റി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ഭഗവാന്റെ കാരണത്താൽ ഇതെല്ലാം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.